पकड़कर मारने से पहले उनसे ये कहा गया कि हम तुझे मारेंगे नहीं, तेरे परिवार को नहीं मारेंगे, छोड़ देंगे, तुझे इतना कुछ सुख सुविधा भी देंगे, तुझे उधर हम जो चाहेगा वो देंगे। ये सब कहने के बावजूद भी वो हटने के लिए तैयार नहीं थे। तो मैं ये सोचने लगा कि ये कैसी मसीही जिंदगी है। ഞാൻ ഈ ചുറ്റുപാടും കണ്ട ക്രിസ്ത്യാനിത്വം പോലല്ല, ഈ ചുറ്റുപാടും പ്രസംഗിച്ചു കേട്ട ക്രിസ്ത്യാനിത്വം പോലല്ല, പ്രസംഗിക്കുന്നവരിൽ കണ്ട ക്രിസ്ത്യാനിത്വം പോലല്ല, ബൈബിളിൽ കണ്ട ക്രിസ്തീയത, യഥാർത്ഥ ഭക്തരിൽ കണ്ട ക്രിസ്തീയത വളരെ വ്യത്യസ്തമായ ഒരു ക്രിസ്തീയതയായിരുന്നു. അങ്ങനെയാണ് ദൈവത്തിന്റെ തിരുവചനം ആഴമായി പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചത്. मैंने अपने आसपास के मसीहियों की जो जिंदगी देखी थी, और जो मसीही लोग, जो प्रचारकों ने जो मसीही जिंदगी के बारे में प्रचार किया, या प्रचारकों की जिंदगी में जो मैंने देखा था, वैसा नहीं था जो इस वचन में मैंने मसीही जिंदगी के बारे में देखा, जो सच्चे भक्तों की जिंदगी में मैंने देखा। इसीलिए मैं इस वचन को गहराई से पढ़ने और सीखने की कोशिश करने लगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ക്രിസ്തീയ വിശ്വാസം മറ്റു മതങ്ങളിൽ ഒരു മതത്തെ പോലെ കാണുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്നും തോറ്റവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, നിരാശയുടെ നടുവിലാണ് ജീവിക്കുന്നതെങ്കിൽ, കോപത്തിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, പാപത്തിൽ വീണാണ് ജീവിക്കുന്നതെങ്കിൽ, ലോകത്തെ സ്നേഹിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ എൻ്റെ പഴയ ജീവിതത്തിനോട് തുല്യമായവരാണ്. നിങ്ങൾക്കൊരു വലിയ വിടുതലിന്റെ സുവിശേഷമാണ് ഞാൻ ഇന്നത്തെ രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. मुझे सुनने वाले भाई और बहनों, अगर आप में से कोई इस मसीही विश्वास को दुनिया के दूसरे धर्मों की तरह मानता है, अगर आप भी एक हारे हुए किसी जिंदगी जी रहे हैं, अगर आप भी एक निराशा की जिंदगी जी रहे हैं, अगर आप भी एक पाप में बार बार गिरने की उठने की जिंदगी आप जी रहे हैं, तो मेरी जिंदगी, आपकी जो जिंदगी है वो मेरी पुरानी जिंदगी की जैसी है। और मैं आप में से ही ऐसे कईयों के लिए एक छुटकारे का संदेश आज देने जा रहा हूं। നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഈ ലോകമാണ് സകലതുമെന്ന് കരുതി ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് പോരാ, ഈ ലോകത്തിൽ വേറെ ചിലതൊക്കെ നേടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നെട്ടോട്ടം ഓടുന്നതെങ്കിൽ, സഹോദര സഹോദരി, ദൈവത്തിന്റെ തിരുവചനം ഇന്നത്തെ രാത്രി വളരെ ശ്രദ്ധയോടെ നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും, ഒരു എബൌട്ട് ടേൺ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉണ്ടാവുക. अगर आपके परिवार में कोई शांति नहीं है, कोई चैन नहीं है, अगर आप निराशा से भरे हुए हैं, इस दुनिया में आप बहुत कुछ कमाने की अंधी दौड़ में लगे हुए, आपको लगता है कि जितना है उतना काफी नहीं है, और ज्यादा कुछ पाने की होड़ में अगर आप लगे हुए हैं, तो मेरे भाइयों और बहनों, आप इस वचन को ध्यान से आज सुनिएगा। ये आपकी जिंदगी में एक बहुत बड़ा बदलाव लेकर आएगा, एक बहुत बड़ा मोड़ आपकी जिंदगी में लेकर आएगा। ദൈവവചനത്തെ കുറിച്ച് ഒത്തിരി അറിയാമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകാം. മറ്റുള്ളവരെക്കാളൊക്കെ നിങ്ങൾ ശ്രേഷ്ഠമായി ദൈവവചനം പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. എന്നാലും ജീവിതത്തിലൊരു ബലമില്ലാതെ, ജീവിതത്തിലൊരു പ്രത്യാശയില്ലാതെ, ജീവിതത്തിലൊരു സന്തോഷമില്ലാതെ, നാളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നുവെങ്കിൽ, ഇന്നത്തെ രാത്രി ഈ ദൈവവചനത്തിന് വളരെ ശ്രദ്ധയോടെ ചെവി കൊടുക്കുക, ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. हो सकता है कि आपको लगता होगा कि आप वचन को बहुत ज्यादा गहराई से जानते हैं, हो सकता है दूसरों से कहीं बढ़कर आपने वचन को सीखा होगा, उसका अध्ययन किया होगा, लेकिन फिर भी अगर आप इस बिल्कुल निराशा में अगर आप पड़े हुए हैं, अगर कल के बारे में कोई उम्मीद आपकी जिंदगी में नहीं है, कल के बारे में कोई उत्साह नहीं है, जिंदगी में कोई बल नहीं है, कोई उत्साह अगर आपके अंदर नहीं है, और कल के बारे में अगर आपकी जिंदगी में कोई आशा नहीं है, तो आज के वचन को ध्यान से सुनिएगा और आज प्रार्थना के साथ में बैठिएगा। സഹോദര സഹോദരി, കഴിഞ്ഞ കാലങ്ങളിൽ അനേക വർഷങ്ങളായി കർത്താവിനെ സേവിക്കുന്നവരായിരിക്കാം, കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് അനേക ദേശങ്ങളിൽ കടന്നുപോയിട്ടുള്ളവരായിരിക്കാം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടവും നഷ്ടവും ഉപദ്രവവും സഹിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തൃപ്തി വരാതെ, ഏതോ ഒരു വലിയ വാക്വമായിട്ടൊരു ശൂന്യത ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ഓരോ ദിവസവും തള്ളി നീക്കുന്നവരാരെങ്കിലും എന്നെ ഇന്നത്തെ രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇന്നത്തെ രാത്രി വചനത്തിന്റെ മുമ്പാകെ ഇരിക്കെ, ഹല്ലേലൂയ, ശൂന്യതയുടെ മധ്യത്തിൽ സ്വർഗീയമായ സന്തോഷം കൊണ്ട് സ്വർഗം നമ്മളെ നിറയ്ക്കും. हो सकता है आप कई सालों से सेवकाई करने वाले व्यक्ति होंगे, हो सकता है प्रभु की सेवा के लिए कई देशों की यात्राएं आपने की होंगी, हो सकता है कईयों के लिए आप संदेश देने वाले व्यक्ति होंगे, लेकिन उसके बावजूद अगर दिल की गहराई के अंदर कहीं कोई सूनापन है, एक तृप्ति नहीं है, एक खालीपन है, तो आज प्रभु के इस वचन को प्रार्थना के साथ में आप सुनिएगा। आपके दिल के उस सूनेपन को, उस खालीपन को प्रभु का वचन आज भरेगा।
കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. 17-18 വാക്യങ്ങളാണ്. पिछले हफ्ते हमने मत्ती का सुसमाचार 5वां अध्याय उसका 17 और 18वां वचन हमने पढ़ा था. അവിടെ നമ്മൾ ഇങ്ങനെ വായിച്ചു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ വന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. वहां हमने इस तरह से पढ़ा था मत्ती 5 का 17 और 18. यह न समझो कि मैं व्यवस्था या भविष्यद्वक्ताओं की पुस्तकों को लोप करने आया हूँ. लोप करने नहीं परंतु पूरा करने आया हूँ, क्योंकि मैं तुमसे सच कहता हूँ कि जब तक आकाश और पृथ्वी टल न जाएं, तब तक व्यवस्था से एक मात्रा या एक बिंदु भी बिना पूरा हुए नहीं टलेगा. സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ള സകലതും നഷ്ടപ്പെട്ടു പോയേക്കാം, സകലതും ഇല്ലാതായി വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വള്ളിയോ ഒരു പുള്ളിയോ ഇതിൽ നിന്ന് മാറിപ്പോകത്തില്ല, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് വരെ. भाइयों, हो सकता है आपने बहुत कष्ट नष्ट झेले होंगे, बहुत दुख उठाया होगा, लेकिन वचन ये कहता है कि आकाश और पृथ्वी चाहे टल सकते हैं, लेकिन इस वचन का एक मात्रा या एक बिंदु भी पूरा हुए बिना नहीं टलेगा. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, ഇത്രമാത്രം സ്ഥിരമായിരിക്കുന്ന മാറിപ്പോകാത്ത ശക്തമായ ദൈവവചനത്തിലാണ് നമ്മുടെ ജീവിതം അധിഷ്ഠിതമായിരിക്കുന്നതെങ്കിൽ ഏത് സാഹചര്യങ്ങളുടെ മുമ്പിലും ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠമേറിയ ഒരു അടിസ്ഥാനമാണ് നമുക്കുള്ളത്. पिछले हफ्ते हमने इस बात को सुना कि अगर हमारी नींव परमेश्वर के इस अटल वचन में है, जो इतना सामर्थ्य है, इतना बलवंत है, जो कभी टलता नहीं है, तो इसका मतलब हम किसी भी परिस्थिति में हम धैर्य रख सकते हैं, धीरज रख सकते हैं, क्योंकि हमारी नींव परमेश्वर के अटल वचन में है. ഈ ലോകത്തിൽ എത്ര വലിയ പ്രഭുവായിരുന്നാലും ശരി, മഹാരാജാവോ ചക്രവർത്തിയായിരുന്നാലും ശരി, ഭരണകർത്താവായിരുന്നാലും ശരി, മിലിറ്ററി ഓഫീസർ ആയിരുന്നാലും ശരി, ആ ആള് പറഞ്ഞ വാക്ക് ഒരു പക്ഷെ പിൻവലിച്ചേക്കാം, അല്ലെങ്കിൽ ആ വാക്ക് പൂർത്തീകരിക്കുന്നത് വരെ ആ വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നില്ല എന്ന് വന്നേക്കാം. इस दुनिया का चाहे कितना भी बड़ा हाकिम हो, कितना भी बड़ा चक्रवर्ती हो, सम्राट हो, चाहे कोई मिलिट्री ऑफिसर हो या शासक ही क्यों ना हो सकता है अपनी बात को कहकर बाद में पलट जाए, या फिर अपनी बात पूरी करने के लिए वो जिंदा न रहे. സഹോദര സഹോദരി, ഇത്രയും നാള് പലപ്പോഴും നമ്മുടെ സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത് ചില വ്യക്തികൾ തന്നിട്ടുള്ള വാക്കുകളിലെ മോഹന വാഗ്ദാനങ്ങളിലാ. അത് കേൾക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും, അത് അറിയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. എന്നാൽ പലപ്പോഴും അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിരാശയാണ് വന്നിട്ടുള്ളത്. भाइयों और बहनों, इतने दिनों तक हमारी जिंदगी में जो खुशी हमने पाई है वो इसलिए हमें मिलती है क्योंकि कुछ व्यक्तियों ने हमसे मन को मोहने वाले वायदे किए. कुछ उनके वायदों को सुनकर जब हम उनके बारे में जानते हैं, उनको जब सुनते हैं, तो हमें खुशी मिलती है. लेकिन पिछले दिनों में उन वायदों के द्वारा, ऐसे वचनों के द्वारा हमें सिर्फ निराशा ही हाथ लगी है. എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്ത വാക്ക് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നെങ്കിൽ മനുഷ്യന്റെ വാക്കുകൾ വിശ്വസിക്കുന്നതിന്റെ പകുതിയെങ്കിലും ഉറപ്പിൽ ഈ വചനം വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം എത്രമാത്രം മാറുമെന്നറിയാമോ? पर स्वर्ग के परमेश्वर ने, जो कभी बदलता नहीं, अगर उसने अपना वायदा हमें दिया है, तो जितना भरोसा हम इंसान पर करते हैं उसका आधा भी भरोसा अगर हम इस परमेश्वर के वचन पर करते, तो हमारी जिंदगी में आपको पता है कितना बड़ा बदलाव आ जाता. സങ്കീർത്തനങ്ങൾ 119 89 വാക്യം പറയുന്നു, Psalms 119:89 പറയുന്നു, യഹോവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നുവെന്ന്. भजन 119 का 89 कहता है, हे यहोवा, तेरा वचन स्वर्ग में सदा तक स्थिर रहता है. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സെറ്റിൽഡ് ഇൻ ഹെവൻ ഫോർ എവർ. वहां पर लिखा है कि वो हमेशा तक स्वर्ग में स्थिर है. അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന വചനം ആരെങ്കിലും വലിച്ചു കീറി കളഞ്ഞെന്ന് പറഞ്ഞാലും, അതിനെ കൂട്ടിയിട്ട് തീ കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാലും, ഭൂകമ്പമുണ്ടായി, സുനാമി ഉണ്ടായി, അത് മുഴുവനും കടലിലൂടെ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാലും ഈ വചനം മാറിപ്പോകത്തില്ല. കാരണം അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കി സ്വർഗം വെച്ചിരിക്കുക. तो हमारे हाथ में रखे हुए वचन को अगर चाहे कोई फाड़ कर भी फेंक दे, चाहे उसको इकट्ठा करके जला दे, या भूकंप और सुनामी में आकर वो बहकर समंदर में बह जाए, तो भी इसका कुछ नहीं बिगड़ने वाला, क्योंकि ये वचन हमेशा हमेशा स्वर्ग में स्थिर बना रहता है. സ്വർഗത്തിൽ ഞാനും നിങ്ങളും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും മരിച്ചു കടന്നു ചെല്ലുമ്പോൾ അവിടെ ഈ പുസ്തകം കാണും. കാരണം ഈ പുസ്തകം അനുസരിച്ചോ എന്നുള്ള ഒരൊറ്റ ചോദ്യമേ സ്വർഗത്തിലെ ദൈവം ചോദിക്കത്തുള്ളൂ.
मैं, आप और इस दुनिया के बाकी लोग जब मरने के बाद स्वर्ग में जाएंगे तो ये पुस्तक स्वर्ग में हमें दिखाई देगी, और वहां पे सिर्फ एक ही सवाल पूछा जाएगा कि क्या तूने इस पुस्तक के अनुसार जिंदगी बिताई। എത്രയോ പേരുടെ ജീവിതം കളഞ്ഞ് ജീവൻ കളഞ്ഞ് മരണം വരിച്ച് അവരെ തങ്ങളുടെ കുടുംബങ്ങളെ വിട്ട് തങ്ങൾക്കുള്ളതെല്ലാം വിട്ടിട്ട് ഈ പുസ്തകം എഴുതുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിൽ തങ്ങളെ ഏൽപ്പിച്ചെങ്കിൽ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം എത്രയോ മനുഷ്യർ നൂറ്റാണ്ടുകളായി തങ്ങളുടെ ജീവൻ ഹോമിച്ചെങ്കിൽ, നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാഷയിൽ വായിക്കത്തക്കവണ്ണം കിട്ടിയിരിക്കുന്ന ഈ ദൈവവചനത്തെ നാം ലാഘവത്തോടെയാണ് കാണുന്നതെങ്കിൽ, സ്വർഗം അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നാം തലകുനിച്ച് നിൽക്കേണ്ടി വരും. ये वचन जिसको लिखने के लिए पता नहीं कितने ही लोगों ने अपने घर बार को, अपने परिवार को छोड़ा, अपनी जान की बाजी तक लगा दी, कितने ही लोगों ने इस वचन का अनुवाद करने के लिए अपनी जिंदगी दांव पर लगा दी और सदियों तक इसके लिए मेहनत करते रहे। और वो वचन जब हमारे पढ़ने और लिखने लायक इतने आराम से, आसानी से जब हमारे हाथ में आ गया है, और अगर हम इसको हल्के में लेते हैं तो उस दिन परमेश्वर के सामने हमसे जवाब देते नहीं बनेगा, उसके सामने हमें चुप रह जाना पड़ेगा। സഹോദര സഹോദരി, നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവവചനം പബ്ലിക്കിൽ നിന്ന് പ്രസംഗിക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയാത്ത സാഹചര്യമായി ഇന്നുള്ളത്. അതുപോലും മറന്ന് ഒളിച്ചും പതുങ്ങിയുമാണെങ്കിലും നിന്റെ ഭവനത്തിൽ വചനമായി എത്തിക്കുന്ന ദൈവദാസിമാര് പണയം വെക്കുന്നത് അവരുടെ സ്വന്തം ജീവനും അവരുടെ കുടുംബങ്ങളുമാണ്. भाई और बहनों, आप जहां पर रहते हैं वहां पर खुलकर सबके सामने वचन को सुनाने का मौका, संभावना शायद आज नहीं होगी, लेकिन ऐसे माहौल के बीच में भी जो व्यक्ति, जो परमेश्वर का दास छिपकर या दूसरों से बचकर आपके घरों में वचन को लेकर आता है, परमेश्वर का वचन आपको सुनाता है, वो दांव पर अपनी खुद की जिंदगी को लगा रहा है। മനസ്സുള്ളവർക്ക് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം എത്രയെത്ര മാർഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ UK ഇരുന്നു കൊണ്ട് ഈ ദൈവവചനം സംസാരിക്കുന്നു. കർത്താവിന്റെ ദാസൻ രാജസ്ഥാനിൽ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. പലയിടങ്ങളിലായിരിക്കുന്ന നിങ്ങളെ ഒരുമിച്ച് ദൈവം ഇവിടെ കൂട്ടുവാൻ തക്കവണ്ണം ഇത്ര വലിയൊരു ടെക്നോളജി ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള വിസ്ഡം നമുക്ക് തന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തെ പ്രകാരം ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് നമുക്ക് കൊടുക്കുവാനുള്ളത്? सुनने की इच्छा रखने वालों के लिए परमेश्वर किसी भी तरीके से वचन को सुनने के लिए मौका मुहैया करवा सकता है। आज मैं UK में बैठकर प्रचार कर रहा हूं, परमेश्वर के दास राजस्थान के कोने में बैठकर इसका अनुवाद कर रहे हैं, और आप लोग अलग अलग जगहों पर बैठकर इस वचन को सुन रहे हैं। इस तरह से इस तकनीक का इस्तेमाल करने की अगर बुद्धि परमेश्वर ने हमें दी है, तो उस दिन जब परमेश्वर हमसे सवाल जब पूछेगा वचन के बारे में, तो उसके सामने हम किस तरह से जवाब दे पाएंगे। ദൈവത്തിന്റെ തിരുവചനം ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, സഹോദര സഹോദരി, ആകാശത്തിന് കീഴെയുള്ള നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഈ വചനം പരിഹാരമായി തീരും. परमेश्वर के वचन को अगर विश्वास के साथ में आप ग्रहण करेंगे तो इस आकाश के नीचे, भाई और बहनों, आपकी जो भी परिस्थिति है, परेशानी है, समस्या है, उसके लिए हल ये परमेश्वर का वचन लेकर आएगा। വിശ്വാസത്തോടെ ഈ ദൈവവചനം നിന്റെ ഹൃദയത്തിലേക്ക് നീ ഏറ്റെടുക്കുന്നുവെങ്കിൽ, നിന്റെ മരണത്തിന് ശേഷം ആകാശത്തിന്റെ മുകളിലും നിന്നെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഈ വചനം പര്യാപ്തമാണ്. विश्वास के साथ अगर इस वचन को अपने दिल में आप ग्रहण करेंगे तो आपकी मृत्यु के बाद आकाश के ऊपर भी ये वचन आपको संभालने के लिए सामर्थ्य है। നമുക്ക് 19ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19ാമത്തെ വാക്യം. हम मत्ती का सुसमाचार 5वां अध्याय 19वें वचन की ओर आएंगे। ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. इसलिए जो कोई इन छोटी से छोटी आज्ञाओं में से किसी एक को तोड़े और वैसा ही लोगों को सिखाए, वह स्वर्ग के राज्य में सबसे छोटा कहलाएगा, परंतु जो कोई उन आज्ञाओं का पालन करेगा और उन्हें सिखाएगा, वही स्वर्ग के राज्य में महान कहलाएगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ മുമ്പിൽ ദൈവം ഏറ്റവും ചെറിയവനെന്ന്, കൃമിയെന്ന് വിളിക്കുന്നത് ആരെയാണെന്നറിയാമോ? തന്റെ വചനത്തെ ലാഘവത്തോട് കണ്ടുകൊണ്ട് അതിൽ ചിലത് പ്രാധാന്യമില്ലാത്തതാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് വചനം വിവേചിക്കുന്നവരെയാണ് ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ നിഷ്പ്രഭനെന്ന് സ്വർഗത്തിലെ ദൈവം വിളിക്കുന്നത്. मुझे सुनने वाले भाई और बहनों, परमेश्वर किस व्यक्ति को सबसे छोटा या कीड़े समान कहता है,
वो उस व्यक्ति को कहता है जो उसके वचन को अपनी खुद की बुद्धि से परखता है और कहता है कि हाँ, कुछ चीजें इसमें खास नहीं है, कुछ चीजों का कोई महत्व नहीं है। जो अपनी बुद्धि से परमेश्वर के वचन को इस तरह से जांचता परखता है और उसको महत्व या मोल नहीं देता, उसे परमेश्वर कहता है वो सबसे छोटा है, वो तुच्छ है। ഒരു വാക്കിന് നമ്മൾ വില കൊടുക്കുന്നത് ആ വാക്കിന്റെ നീളം കണ്ടിട്ടല്ല, ആ വാക്കിന്റെ ആഴം കണ്ടിട്ടില്ല, ആ വാക്ക് ആരുടെ വായിൽ നിന്ന് വന്നു അതിനെ ആസ്പദമാക്കിയ. कोई वचन हम उसको महत्व उसकी लंबाई को या उसकी गहराई को देखकर नहीं देते, लेकिन हम ये देखकर उस वचन को महत्व देते हैं कि वो वचन किसके मुंह से निकला है। ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങൾ നിങ്ങളുടെ വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്തുള്ള ഒരു വ്യക്തി നിങ്ങളോട് ഇവിടെ വാട അല്ലെങ്കിൽ ഇവിടെ വാടി എന്ന് വിളിച്ചാല് നിങ്ങൾ പെട്ടെന്ന് പോകുമോ? പോകത്തില്ല. നിങ്ങൾ പറയും നിങ്ങളുടെ കാര്യം നോക്കുന്നു, നിങ്ങൾ തിരിച്ച് വീടിനകത്തേക്ക് കയറും. आप सोच कर देखिए, आप अपने घर से बाहर निकलते हैं और आपके पास में कोई खड़ा हुआ व्यक्ति उधर से कहता है कि ओए इधर आ, आए इधर आ, तो आप क्या तुरंत उसके पास में न जाएंगे? नहीं जाएंगे। आप बोलेंगे तू अपना काम कर, और आप अपने घर के अंदर वापस आ जाएंगे। എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് റോഡിലൂടെ ഓടിപ്പോകുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ സൈഡിൽ നിന്നുകൊണ്ട് ഇവിടെ വാടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ എനിക്ക് സമയമില്ലെന്ന്? നമ്മൾ നിലവിളിച്ചോണ്ട് അല്ലെങ്കിൽ ഓടി പേടിച്ച് ആ മനുഷ്യന്റെ അടുത്തേക്ക് എത്തും. पर उसी समय अगर आप बहुत ही व्यस्त हैं और बहुत ही जल्दबाजी में कहीं भाग कर जा रहे हैं और सड़क किनारे खड़ा हुआ पुलिस वाला बोलता है कि ओ इधर आ, तो क्या आप बोलेंगे कि मैं बहुत व्यस्त हूं, अभी नहीं आ सकता? आप डरते कांपते हुए उसके पास में जाकर खड़े हो जाएंगे। അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഒരേ വാക്കുകൾ വ്യക്തികൾ പറയുമ്പോൾ അവരുടെ സ്ഥാനം അവരുടെ അധികാരം അനുസരിച്ചാണ് ആ വാക്കുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നത്. इसका मतलब क्या है? एक जैसे शब्द जब अलग अलग व्यक्ति बोलते हैं तो एक व्यक्ति के ओहदे, उसके अधिकार को देखकर हम उसके शब्दों को महत्व देते हैं। ഈ ഭൂമിയിൽ താൽക്കാലികമായി നിൽക്കുന്ന അധികാരങ്ങൾക്ക് നാം കീഴ്പ്പെടുവാൻ തക്കവണ്ണം അത്രയ്ക്കും വ്യഗ്രത കാണിക്കുന്നുവെങ്കിൽ ഒരിക്കലും മാറാത്ത സർവശക്തന്റെ അധികാരത്തിൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം സഹോദരങ്ങളെ, ഈ വചനത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? इस धरती के अस्थायी अधिकारों के अधीन रहने की अगर हम इतनी तत्परता दिखाते हैं तो मेरे भाइयों और बहनों, स्वर्ग के परमेश्वर के द्वारा लिखा गया ये कभी ना बदलने वाला अटल रहने वाला जो वचन है, इसकी बात को मानने में हम हिचकिचाते क्यों हैं, पीछे क्यों रह जाते हैं? ഈ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൽ 66 പുസ്തകങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ വാക്യം വരെ ഇത് കർത്താവിന്റെ ആത്മാവാണ് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. इस पवित्र बाइबल को अगर आप देखें, इसके अंदर 66 किताबें हैं। उत्पत्ति 1 का 1 से लेकर प्रकाशित वाक्य 22 के 21 तक को अगर आप देखें, इन सब को परमेश्वर के आत्मा ने एक साथ जोड़ा है। ഇതിനകത്ത് ദൈവം സംസാരിച്ച വാക്കുകളുണ്ട്, ദൂതന്മാർ സംസാരിച്ച വാക്കുകളുണ്ട്, പിശാച് പറഞ്ഞ വാക്കുകളുണ്ട്, മനുഷ്യർ സംസാരിച്ച വാക്കുകളുണ്ട്. അത് മാത്രമല്ല മൃഗത്തിന്റെ വായിലൂടെ, പക്ഷിയിലൂടെ ദൈവം സംസാരിക്കുന്നതുണ്ട്. ഇതൊക്കെയും സ്വർഗം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിലാക്കി വെച്ചിരിക്കുന്നത്. इसके अंदर परमेश्वर के द्वारा कहे गए शब्द हैं, इसके अंदर स्वर्गदूतों द्वारा कहे गए शब्द हैं, इसके अंदर शैतान द्वारा बोले गए शब्द हैं, इसके अंदर इंसानों द्वारा बोले गए शब्द हैं। इतना ही नहीं, इसके अंदर जानवर, यहां तक कि पक्षी द्वारा बोले गए भी शब्द हैं। इन सब को परमेश्वर ने एक साथ इसके अंदर इकट्ठा किया है। 2 തീമോത്തി 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനം എങ്ങനെ കടന്നു വന്നു എന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 2 तीमुथियुस 3:16 में हम देख सकते हैं कि किस तरह से परमेश्वर का वचन आया है। അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. वहां लिखा है 2 तीमुथियुस 3 का 16 और 17, संपूर्ण पवित्र शास्त्र परमेश्वर की प्रेरणा से रचा गया है और उपदेश और समझाने और सुधारने और धार्मिकता की शिक्षा के लिए लाभदायक है, ताकि परमेश्वर का जन सिद्ध बने और हर एक भले काम के लिए तत्पर हो जाए। നിത്യതയിൽ ദൈവത്തോടുകൂടെ വാഴുവാൻ തക്കവണ്ണം യോഗ്യയാക്കി നമ്മളെ തീർക്കേണ്ടതിന് ഈ ഭൂമിയിൽ വെച്ച് നമ്മളെ പണിതെടുക്കുന്നതാണ് ഈ ദൈവത്തിന്റെ തിരുവചനം. अनंत जीवन में परमेश्वर के साथ राज करने के योग्य बनाने के लिए ये परमेश्वर का वचन इस धरती पर हमें तैयार कर रहा है।
സഹോദര സഹോദരി, സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉള്ളത് എന്തിനാണ്? പഠന പുസ്തകങ്ങളുള്ളത് എന്തിനാണ്? ബുക്കുകൾ ഉള്ളത് എന്തിനാണ്? പഠിപ്പിക്കുവാൻ ടീച്ചേഴ്സിനെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരു രാജ്യത്തിന് വേണ്ട പൗരന്മാരെ, രാജ്യം ഭരിക്കേണ്ടവരെ, രാജ്യം നടത്തേണ്ടവരെ, രാജ്യം സൂക്ഷിക്കേണ്ടവരെ, രാജ്യത്തിൽ കാര്യങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഒരു ഭാവി തലമുറയെ പണിതെടുക്കുവാൻ തക്കവണ്ണമാണ് ഈ ഹോൾ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉള്ളത്. भाई और बहनों, ये स्कूल कॉलेज, ये पढ़ाई लिखाई, ये किताबें पढ़ाने के लिए शिक्षक, ये सब क्यों होते हैं? ये इसलिए है ताकि एक देश को चलाने के लिए, एक देश का शासन करने के लिए, उसके कामकाज को करने के लिए, उसकी सुरक्षा के लिए, अगली एक पीढ़ी को तैयार करने के लिए शिक्षा का ये पूरा सिस्टम बनाया गया है। സഹോദര സഹോദരി, കരുതരുത്. നീ മരണശേഷം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് സ്വർഗത്തിൽ ജീവിക്കേണ്ട രീതി അവിടെ വെച്ച് പഠിച്ചോളാമെന്നല്ല നീ ചിന്തിക്കേണ്ടത്. ഇവിടെ വെച്ച് നിന്നെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം തന്റെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ അവൻ തന്നിരിക്കുന്നു. തന്റെ തിരുവചനത്തെ ഈ ഭൂമിയിൽ തന്നിരിക്കുന്നു. അതിനെ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം ഭാഷയിൽ നമ്മളെ പോലെ തന്നെയുള്ള ദൈവദാസിമാരെ സ്വർഗം അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. ഉപദ്രവങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവില് ഭയം പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ തക്കവണ്ണം നിൽക്കുന്നത് എന്തിനെന്നറിയാമോ? നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ കാലയളവിൽ സ്വർഗത്തിന്റെ പൗരന്മാരാക്കി നിന്നെയും എന്നെയും പണിതെടുക്കുവാനുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമാണത്. भाई और बहनों, आप ये ना सोचें कि मैं स्वर्ग में जीने का जो तरीका है वो मरकर जब स्वर्ग जाऊंगा उस समय सीख लूंगा। नहीं नहीं नहीं, उसको आपको यहाँ सीखने के लिए परमेश्वर ने आपको अपना वचन दिया है। परमेश्वर ने उसके लिए आपको अपना आत्मा दिया है। परमेश्वर ने आपकी भाषा में उसे सीखने के लिए, सिखाने के लिए अपने दासों को, अपने लोगों को यहाँ पर तैयार किया है। जो कष्टों के बीच में, मुसीबतों के बीच में, सताव के बीच में जो आपको जो थोड़ा सा समय इस धरती पर मिला है, उस थोड़े से समय के दौरान बिना किसी डर के वो आपको स्वर्ग का नागरिक बनाने के लिए यहाँ पर तैयारी करवाते हैं, यहाँ पर सिखाते हैं। അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ സഹോദരങ്ങളെ? ഈ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം തുറന്ന് ആ ഭാഗം നിങ്ങൾ കണ്ടിട്ട് അതിൽ അണ്ടർലൈൻ, അതിൽ വരച്ചിട്ട് അതിനെ പഠിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് സത്യമാണോ എന്ന് സ്വയം ശോധന ചെയ്യണം. കുറവ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നുവെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവെ, ഇങ്ങനെ ഞാൻ ആയിത്തീരുവാനാണല്ലോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എനിക്ക് അങ്ങയുടെ കൃപ തന്ന് എന്നെ സഹായിക്കണമേ എന്ന് നാം അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. तो भाई और बहनों, हमें करना क्या है? जब हम इस वचन को सुनते हैं तो उस वचन को हम अपनी बाइबल में निकालें, उसके नीचे लाइन खींचें और उसको न सिर्फ हम पढ़े और सीखें बल्कि अपनी जिंदगी में हम जांच कर देखें कि क्या इस वचन के अनुसार मेरी जिंदगी है। और अगर आपको लगता है कि कोई कमी है तो प्रभु से कहें कि प्रभु, मुझे इस वचन के अनुसार जीने के लिए आपने बुलाया है, इसलिए इस वचन के अनुसार जीने का अनुग्रह आप मुझे दें। 1 കൊരിന്ത്യർ 1-ാം-അധ്യായം 18 Corinthians chapter 1:18 അവിടെ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. 1 कुरिन्थियों 1:18 वहां पे लिखा है, क्रूस की कथा नाश होने वालों के लिए मूर्खता है, परंतु हम उद्धार पाने वालों के लिए परमेश्वर की सामर्थ है। നിങ്ങൾ ഈ ലോകത്തിൽ ചുറ്റുപാടും ഒന്ന് നോക്കിക്കേ. മനുഷ്യരെന്താ രക്ഷിക്കപ്പെടാത്തത്? മനുഷ്യരെന്താ യേശുവിങ്കലേക്ക് വരാത്തത്? മനുഷ്യർക്ക് എന്താണ് സ്വർഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്തത്? കാരണം അവർ ഈ വചനം കണ്ടിട്ട് ഇതിനെ ഈ ഭോഷത്വം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് കൊണ്ടാണ്. आप इस दुनिया में अपने चारों ओर देखिए कि लोग उद्धार की ओर क्यों नहीं आ रहे हैं, लोग मसीह पर विश्वास क्यों नहीं कर रहे हैं, लोग प्रभु पर विश्वास करके प्रभु में क्यों नहीं आ रहे हैं? क्योंकि उन्होंने इस वचन को देखा और देखकर वो बोलते हैं ये मूर्खता है, मूर्खता कहकर वो इसे ठुकरा देते हैं। ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കണമേ. मैं अब जो बोलने जा रहा हूं भाइयों, उसे बड़े ध्यान से सुनिएगा। നിങ്ങൾക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെ ഭവനത്തിൽ യേശുവിനെ അറിയാത്തവരുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടും യേശുവിനെ അറിയാത്തവരുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഈ പറയുന്ന വചനത്തെ ഭോഷത്വമായിട്ട് നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ വരാത്തത് എന്ന് നമ്മൾ പറയും ലോകത്തെ നോക്കി. आपको पता है आपके घर के अंदर ऐसे लोग हैं जो मसीह पर विश्वास नहीं करते, आपके चारों ओर ऐसे लोग हैं जो मसीह पर विश्वास नहीं करते। उनको देखकर हम क्या बोलते हैं? हम ये बोलते हैं कि तुम इस वचन को मूर्खता कहते हो, इसलिए तुम इस पर विश्वास नहीं करते। നിങ്ങൾ ഈ വചനത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങളെ ഒന്ന് കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. आप इस वचन को एक बार ध्यान से देखिएगा, वहां जो एक शब्द लिखा है मैं आपको वो दिखाना चाहता हूं।
റൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. वहां लिखा है क्रूस की कथा नाश होने वालों के लिए मूर्खता है, परंतु हम उद्धार पाने वालों के लिए परमेश्वर की सामर्थ है। ആ എഴുതിയിരിക്കുന്ന വാക്യം രക്ഷിക്കപ്പെടുന്നവർ എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? वहां आपने वो शब्द देखा, उद्धार पाने वाले। അതിന്റെ അർത്ഥം നമ്മൾ രക്ഷിക്കപ്പെടുന്നവരല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മുടെ രക്ഷ നാം സ്വീകരിച്ചു കഴിഞ്ഞവരാണ്. हम कौन है? हम उद्धार पाने वाले नहीं है, हमने उद्धार पा लिया है, हमने उद्धार को स्वीकार कर लिया है। പിന്നെ എന്തിനിവിടെ എഴുതിയിരിക്കുന്നു രക്ഷിക്കപ്പെടുന്ന നമുക്ക്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വി ഹു ആർ ബീങ് സേവ്ഡ് എന്ന് എഴുതുന്ന അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? तो फिर यहाँ पर ये क्यों लिखा है कि हम जो उद्धार पाने वाले हैं? ऐसा क्यों लिखा है भाइयों यहाँ पे? അതിന്റെ കാരണം ഇതാണ്, രക്ഷ എന്ന് പറയുന്നതിന് 3 കാലഘട്ടങ്ങളുണ്ട്. इसका कारण ये है कि उद्धार जो है उसके 3 काल हैं। ഒന്ന് പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാലമാണ്. 2 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. 3 ഭാവി കാലമാണ്. एक तो अतीत या भूतकाल है, एक जो अभी चल रहा है वर्तमान काल है, और एक है भविष्यत काल जो अभी आने वाला है। ശ്രദ്ധയോടെ കേൾക്കണമേ. ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ, സുവിശേഷം കേട്ട് വിശ്വസിച്ച് ഒരുവൻ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ജനിച്ച നാൾ മുതൽ ആ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് മുഴങ്കാലിൽ നിന്നുകൊണ്ട് എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പറയുന്ന സമയം വരെ അവന്റെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും, എത്ര കൊടിയ പാപമായിക്കൊള്ളട്ടെ, ഭീകരമായ പാപങ്ങളായിക്കൊള്ളട്ടെ, അത് മുഴുവനും യേശു തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കഴിഞ്ഞ കാലങ്ങളിലുള്ള എല്ലാ പാപങ്ങൾക്കും അവിടെ നമുക്ക് മുക്തി തരും. ध्यान से सुनिएगा, जब प्रभु यीशु पर विश्वास करके एक व्यक्ति प्रभु में आता है, प्रभु के से उद्धार जब पाता है, जन्म से लेकर उस दिन तक उसने जितने भी पाप किए हैं उनकी जब वो माफी मांगता है, मन फिराता है, तो चाहे वो पाप कितना भी बड़ा हो, कितना भी भयानक हो, तो भी प्रभु यीशु मसीह उन सारे पापों को माफ करके उसे उद्धार देता है। ഇതാണ് നമ്മൾ എല്ലാവരോടും ചോദിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ, നിങ്ങൾ കൺവേർട്ടഡ് ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. വീണ്ടും ജനനം പ്രാപിച്ചോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. जब हम किसी से ये पूछते हैं कि क्या आपने उद्धार पा लिया है, क्या आपने मन फिरा लिया है, क्या आपने नया जन्म पा लिया है, जब हम किसी से ये पूछते हैं तो उसका मतलब यही होता है। എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ 99% പേരും ഈ ഘട്ടം കഴിഞ്ഞവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. मुझे लगता है कि यहाँ जितने लोग हैं उनमें से 99% इस कदम को पूरा कर चुके हैं, उद्धार पाए हुए लोग हैं। ദൈവവചനപ്രകാരം അതിനെ നീതീകരണം എന്നാണ് വിളിക്കുന്നത്, ജസ്റ്റിഫിക്കേഷൻ. परमेश्वर के वचन के अनुसार उसे धर्मी ठहराया जाना कहते हैं। അപ്പോൾ അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റൊന്നുണ്ട്, എന്താണെന്നറിയാമോ? ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും പാപത്തിനകത്താ ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ സാഹചര്യങ്ങൾ മാറിയിട്ടില്ല. നമ്മൾ സെയിം അവസരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, സെയിം ശരീരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, സെയിം മോഹങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ചുറ്റുപാടും പണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടായോ അതേ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിൽ പലരും ഇന്നും പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നു. हम धर्मी ठहरा दिए गए हैं, पर आज भी हम पाप करते हैं। आज भी हमारा माहौल पहले जैसा ही है, उसी शरीर में हम जी रहे हैं, उसी तरह की अभिलाषाएं, लालसाएं हमारे अंदर आती है, उसी तरह की परीक्षाओं में आज भी हम गिरते हैं, बिल्कुल उसी तरह की परिस्थितियों में हम जी रहे हैं। അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് കള്ളം പറയുന്നവരുണ്ട്? എത്ര പേര് മോഹിക്കുന്നവരുണ്ട്? എത്ര പേര് കോപിക്കുന്നവരുണ്ട്? എത്ര പേര് മറ്റു വിഷയങ്ങളിൽ പോയി വീഴുന്നവരുണ്ട്? ഇതൊന്നും പാപമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? तो मैं अगर आपसे सवाल पूछूं कि आप जो मेरी बात को सुन रहे हैं, आप में से कितने लोग झूठ बोलते हैं, कितने लोग लालच और लोभ करते हैं, अभिलाषाओं में बढ़ते हैं, किसी चीज की अभिलाषा करते हैं, झूठ बोलना, ये आपको लगता है ये सब पाप नहीं है? അപ്പൊ ഇതിന്റെ കാര്യം എന്താണ്? കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം കർത്താവ് ക്ഷമിച്ചു തന്നു, പരിശുദ്ധ രക്തത്തിൽ കഴുകി കാണിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, ഇതിനെക്കുറിച്ച് എന്ത് നമ്മൾ പറയുന്നു? तो जो पुराने जो अतीत में हमने पाप किए थे प्रभु में आने से पहले, वो सब तो प्रभु ने माफ कर दिए, पर आज जो हम कर रहे हैं इसका क्या होगा? ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നാം ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പാപത്തിലല്ലേ വീഴുന്നത്? इस समय अगर हम में से कोई व्यक्ति मरता है, इस दुनिया से अगर हम जाते हैं, तो क्या हम पाप में ये दुनिया छोड़कर नहीं जा रहे?
അതല്ല ഇപ്പോൾ നമ്മൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മധ്യാകാശത്ത് സഭയെ എടുക്കുവാൻ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കർത്താവിനോട് ചേർക്കപ്പെടും? കാരണം പാപത്തിലുള്ള ഒരൊറ്റ വ്യക്തി പോലും എടുക്കപ്പെടത്തില്ല. इस वचन को सुनते समय अगर इस समय प्रभु बादलों पर अपनी कलीसिया को लेने के लिए आ जाता है, तो ये सुनने वालों में से कितने लोग उसके साथ जाएंगे? क्योंकि जो पाप में जी रहा है वो तो उसके साथ नहीं जाएगा। ഒരു കള്ളമെങ്കിലും ഇന്ന് പകൽക്കാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആവശ്യമില്ലാത്തത് എന്തെങ്കിലും ഫോണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മോഹങ്ങൾ നമ്മുടെ ചിന്തകളിൽ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാപത്തിലാണ്. കർത്താവിന്റെ സന്നിധിയിൽ 100% എടുക്കപ്പെടത്തില്ല. आज दिन भर में अगर एक भी झूठ हमने बोला है, अगर बेकार की कोई चीज हमने मोबाइल पर देखी है, किसी चीज की अभिलाषा अगर हमारे अंदर आई है, तो हम प्रभु के साथ में उठाए नहीं जाएंगे। അപ്പൊ നമുക്കൊരു രക്ഷ ആവശ്യമില്ലേ സഹോദരങ്ങളെ? ഇതിൽ നിന്നൊരു വിടുതൽ ആവശ്യമില്ലേ? ആ വിടുതലാണ് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം. तो क्या भाइयों, इससे हमें एक उद्धार की जरूरत नहीं है? क्या इससे हमें एक छुटकारे की जरूरत नहीं है? भाइयों, वही छुटकारा है जो उद्धार का जो दूसरा चरण है। ദൈവത്തിന്റെ വചനത്തിൽ അതിനെ ശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. परमेश्वर के वचन में उसे शुद्धिकरण कहा गया है। അപ്പോൾ അത് സംഭവിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ വചനം കേൾക്കുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പാപബോധം വരികയാണ്. നാം കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പറയും, കർത്താവെ, ഈ വചനത്താൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അത് ഒരു ദിവസമല്ല, അത് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ശുദ്ധീകരണം. वो शुद्धिकरण का काम वचन को सुनते समय होता है। जब हम इस वचन को सुन रहे हैं, परमेश्वर का आत्मा हमें कायल करता है, हम रोते हैं, हम प्रभु से उस पाप के लिए, गलती के लिए जिसके बारे में प्रभु हमें याद दिलाता है, हम उससे माफी मांगते हैं, हम उसके सामने मन फिराते हैं, और प्रभु वो काम उस पाप से हमें छुटकारा देता है। ये काम हर दिन चलता रहता है। ഈ രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് അധികം പ്രസംഗങ്ങളൊന്നും നമ്മൾ കേൾക്കത്തില്ല. നമ്മൾ ആദ്യത്തെ ഭാഗമേ കേൾക്കത്തുള്ളൂ. യേശുവിന്റെ അടുക്കൽ വരൂ, നിങ്ങളുടെ പാപങ്ങളെല്ലാം അവൻ മോചിച്ചു തരും. എന്നാൽ അനുദിന ശുദ്ധീകരണത്തെ കുറിച്ച്, നിനക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന്, നിനക്കൊരു പാപബോധം ആവശ്യമുണ്ടെന്ന്, നീ പാപത്തെ വിട്ട് ജയാളിയായി മാറണമെന്ന്, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണമെന്ന്, വചനത്തെ സ്നേഹിക്കണമെന്ന് പ്രസംഗിക്കുന്നത് വളരെ വളരെ ചുരുക്കമാണ്. इस दूसरे चरण के बारे में प्रचार बहुत कम सुनने को मिलता है। पहले वाला जो चरण है उद्धार का, कि प्रभु में आओ, प्रभु तुम्हारे सारे पापों को माफ करेगा, वो तो बहुत सुनते हैं हम लोग। लेकिन ये जो दूसरा हिस्सा है उद्धार का, कि तुम्हें मन फिराना है, हर दिन मन फिराना है, हर दिन तुम्हें उद्धार पाना है, प्रभु के वचन से प्रेम करना है, आत्मा की अधीनता में चलना है, पवित्रता में जिंदगी बितानी है, हर दिन शुद्धिकरण पाना है, इसके बारे में बहुत कम हम सुनते हैं। അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വിശ്വാസികളുടെ ജീവിതത്തിൽ അടിപിടി ഉണ്ടാക്കുന്നത്, വിശ്വാസികളുടെ കുടുംബത്തിൽ സമാധാനമില്ലാത്തത്, വിശ്വാസികളുടെ സഭകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കസേരയെടുത്ത് എറിയുന്നത്, അധികാരികൾക്ക് കീഴ്പ്പെടാത്തത്, ശുശ്രൂഷകർക്ക് കീഴ്പ്പെടാത്തത്. അതിന്റെ കാരണം ഈ രണ്ടാമത്തെ ഘട്ടത്തില് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. इसीलिए भाइयों, विश्वासियों में आपस में लड़ाई झगड़े होते हैं, विश्वासियों के परिवारों में झगड़ा होता है, कोई शांति नहीं है। कलीसिया में एक दूसरे पर कुर्सियां फेंकी जाती है, मेजें फेंकी जाती है, अधिकारी की अधीनता में नहीं रहते हैं, पासवान की, अपने अगुए की अधीनता में लोग नहीं रहते। क्यों नहीं रहते? क्योंकि जो दूसरा हिस्सा है उद्धार का, वो उनकी जिंदगी में पूरा नहीं हो रहा है। അപ്പോൾ ഈ വചനം ഒന്നുകൂടെ വായിച്ച് അതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് മനസ്സിലാവും. तो उस वचन को एक बार और पढ़ेंगे तो थोड़ा और हम उसे समझ पाएंगे। ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. क्रूस की कथा नाश होने वालों के लिए मूर्खता है। ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ക്രൂശിന്റെ വചനത്തെ, ഈ ദൈവവചനത്തെ ലാഘവത്തോടെ കാണുകയാണെങ്കിൽ ഇവിടെ പറയുന്നു, നീ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. यहाँ पर बैठा हुआ हमारी बात को सुनने वाला कोई भी व्यक्ति अगर ये मानता है कि ये क्रूस का वचन, ये परमेश्वर का वचन बिल्कुल तुच्छ है, उसको अगर हल्के में लेता है, तो वचन कह रहा है वो नाश की ओर जा रहा है बंदा। എന്നാൽ ഈ രക്ഷിക്കപ്പെടുന്നവർക്ക് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയായി മാറും. കാരണം ലോകത്തിലെല്ലാവരും വീണുകൊണ്ടിരിക്കുന്നിടത്ത് നീയും ഞാനും വീഴാതെ നിൽക്കും. पर जो लोग उद्धार पा रहे हैं, जो लोग शुद्धिकरण को पा रहे हैं, उन लोगों के लिए ये परमेश्वर की सामर्थ्य बन जाएगा। क्यों? क्योंकि जब दुनिया में दूसरे लोग गिर रहे हैं, वहां पर हम गिरेंगे नहीं, हम बल पाते जाएंगे।
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അവിടെയാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ച വചനം വരുന്നത്. ചെറിയ വചനമെന്നോ വലിയ വചനമെന്നോ ഇല്ല, അത്യുന്നതനായവൻ അരുളി ചെയ്ത സകല വചനത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് ഒന്നിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ മാറ്റാതെ വേണം അപ്രകാരം പ്രസംഗിക്കുകയും അപ്രകാരം പഠിപ്പിക്കുകയും അപ്രകാരം വിശ്വസിക്കുകയും ചെയ്താൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം തീരുന്നതിന് മുമ്പ് കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിച്ച് കടന്നു പോകുവാൻ നമുക്ക് കഴിയും. मेरे भाई और बहनों, यहीं पर वो वचन आता है जो मत्ती के सुसमाचार में हमने पढ़ा कि न तो कोई वचन छोटा है न कोई वचन बड़ा है, जो हर एक परमेश्वर के वचन को जैसा है वैसा ही मानता भी है, चलता भी है, वैसा ही सिखाता भी है। अगर ऐसी जिंदगी हम बिताएंगे तो इस प्रभु के इस दुनिया में वापस आने से पहले यहाँ पर एक जयवंत जिंदगी जीकर हम जय के साथ यहाँ से जाने पाएंगे। സഹോദരന്മാരെ സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ തിരുവചനത്തിൽ എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വചനം നാം അനുസരിക്കുവാൻ തക്കവണ്ണം തന്നിരിക്കുന്ന വചനമാണെന്ന് പറഞ്ഞ് അതിന്റെ ഭംഗി നോക്കുവാനോ, ഹല്ലേലൂയ, അത് മറ്റുള്ളവർ അനുസരിക്കുന്നില്ലെന്ന് കരുതി തള്ളിക്കളയുവാനോ അല്ല, പൂർണ്ണമായി അതിനെ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. इसलिए भाइयों और बहनों, परमेश्वर के वचन में अगर कोई आज्ञा दी गई है तो न तो हमें उसकी खूबसूरती को जांचना परखना है, न ही ये कहकर उसको ठुकराना है कि दूसरे लोग उसको नहीं मान रहे। अगर परमेश्वर ने हमसे कुछ कहा है तो हमें उस वचन को मानना है। നിങ്ങൾക്കറിയാമോ, ഞാൻ പല ചർച്ചകളിൽ പോയി പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ചില ചർച്ചകളിലൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ ചില കാഴ്ചകൾ കണ്ട് ഞാൻ ഭയപ്പെട്ടു നിന്നിട്ടുണ്ട്. आपको पता होगा, मैं कई अलग अलग कलीसियाओं में जाकर प्रचार करने वाला व्यक्ति हूँ। कई कलीसियाओं में जब जाकर मैं प्रचार करता हूँ तो कुछ चीजों को देखकर मैं बहुत डर जाता हूँ। ഞാൻ അതിന് ഒരു ഉദാഹരണം, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിന് ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയുക സമയമില്ലാത്തതുകൊണ്ട്. बहुत सारी बातें हैं, लेकिन समय की कमी के कारण सिर्फ एक बात मैं बताना चाहता हूँ। ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുന്നു, ദൈവസഭയുടെ മധ്യത്തിലായാലും ദൈവസഭയ്ക്ക് പുറത്തായാലും ഒരു സഹോദരി പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ അവർ തലയിൽ തുണിയിട്ട് അല്ലെങ്കിൽ മൂടുപടം ഇട്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യാനെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. परमेश्वर के वचन में ये लिखा है कि कोई बहन चाहे कलीसिया के अंदर हो या कलीसिया के बाहर हो, अगर वो प्रार्थना करती है या भविष्यवाणी करती है तो उसको अपने सिर पर एक ओढ़नी रखनी चाहिए या एक चुन्नी रखनी चाहिए। ये परमेश्वर का वचन कहता है। എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ അതനുസരിക്കുന്ന എത്ര സഹോദരിമാർ ദൈവസഭയിൽ ഉണ്ടെന്നുള്ളത് വളരെ 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 ഷോക്കിംഗ് ആണ് നമ്മൾ കാണുമ്പോൾ. पर आज के इस समय को अगर हम देखें तो आप सोचें कि कितनी बहनें ऐसी है जो इस वचन को मानती है, और ये हमें बहुत ही चौंकाने वाली, एक झटका देने वाली बात है। അതിന്റെ ആവശ്യമില്ലെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗകരും ഈ കാലങ്ങളിൽ ഒരുപാടുണ്ട്. और आज ऐसे प्रचारक भी बहुत सारे हैं जो ये प्रचार करते हैं कि इस ओढ़ने की कोई जरूरत ही नहीं है। നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ ദാസൻ ഒന്ന് വായിച്ചേ. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 1 कुरिन्थियों 11 का 4 से लेकर 6 तक के वचन हम पढ़ेंगे। 1 कुरिन्थियों 11 का 4 से 6। जो पुरुष सिर ढाके हुए प्रार्थना या भविष्यवाणी करता है वह अपने सिर का अपमान करता है, परंतु जो स्त्री उघाड़े सिर प्रार्थना या भविष्यवाणी करती है वह अपने सिर का अपमान करती है, क्योंकि वह मुंडी होने के बराबर है। यदि स्त्री ओढ़नी न ओढ़े तो बाल भी कटा ले। यदि स्त्री के लिए बाल कटाना या मुंडन कराना लज्जा की बात है तो ओढ़नी ओढ़े। 13-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചേ ദേവദാസ. 13वां वचन। तुम आप ही विचार करो, क्या स्त्री को उघाड़े सिर परमेश्वर से प्रार्थना करना शोभा देता है? സഹോദര സഹോദരി, ഞാനൊരു ഉദാഹരണം എടുത്ത് നിങ്ങളുടെ അടുത്ത് കാണിച്ചിരിക്കുക. ദൈവത്തിന്റെ തിരുവചനത്തിൽ കൽപ്പന തന്നിരിക്കുന്നു. ആ കൽപ്പന അനുസരിപ്പാൻ തക്കവണ്ണം അതിന് പ്രാധാന്യം കാണിക്കാതെ അതൊരു ചെറിയ വചനമാണ്, അത് 1-ാം നൂറ്റാണ്ടിൽ എഴുതിയ വചനമാണ്, ഇന്ന് അതിന് വലിയ പ്രാവർത്തികമില്ലെന്ന് പറഞ്ഞതിനെ തള്ളിക്കളയുന്നവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, നീ ഭോഷനാണെന്ന് പറയുന്നു. भाइयों और बहनों, मैंने सिर्फ आपको एक उदाहरण दिखाया है, और जो यहाँ पर लिखा है परमेश्वर का वचन जो आज्ञा देता है। लेकिन हम आजकल क्या करते हैं, हम ये कहते हैं कि नहीं, ये तो पहली सदी के लिए लिखा गया था, बहुत पुराने जमाने की बात है, आज के समय पर ये लागू नहीं होता है, ये तो छोटा सा वचन है, ये इतना खास नहीं है, ये कहकर हम उसको टुकरा देते हैं। परमेश्वर उन लोगों को देखकर कहता है वो तुच्छ है, वो सबसे छोटा व्यक्ति है।
സഹോദര സഹോദരി, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന്റെ തിരുവചനം നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ മാറ്റി നിർത്തിയിട്ട് 1-ാം നൂറ്റാണ്ടിലുള്ളവർക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തിട്ട് അത് ഇപ്പോൾ ഉള്ളതാണെന്ന് പറയുന്നു. ദൈവവചനത്തിൽ അങ്ങനെയില്ല. എന്ന് എഴുതപ്പെട്ടുവോ അന്ന് മുതൽ, എന്ന് ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുന്നുവോ അന്ന് വരെ ദൈവത്തിന്റെ തിരുവചനം എല്ലാ കാലഘട്ടത്തിലും, എല്ലാ ദേശത്തിലും, എല്ലാ ഭാഷയിലും, എല്ലാ വംശത്തിലും എല്ലാവർക്കുമുള്ള ദൈവത്തിന്റെ തിരുവചനമാണ്. അതിന് മാറ്റമില്ല. जो वचन हमें पसंद नहीं आता है उसके बारे में हम बोल देते हैं ये तो पहली सदी के लोगों के लिए लिखा गया था, आज के समय पर लागू नहीं होता है। जो वचन हमें अच्छा लगता है, पसंद आता है, वो कहते हैं हाँ ये हमारे लिए लिखा गया है। नहीं, परमेश्वर के वचन में ऐसा कुछ भी नहीं है, ये फर्क नहीं है। जो वचन जब से लिखा गया तब से लेकर प्रभु यीशु के दोबारा आगमन तक या कलीसिया के उठाए जाने तक वो वचन हर एक लोगों के लिए, हर एक जाति के लिए, हर एक वंश के लिए, हर एक पीढ़ी के लिए वैसे का वैसा है, वो उसी के लिए लिखा गया है। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം പെട്ടെന്ന്. हम जल्दी से मत्ती 5:19 की ओर आएंगे। അവിടെ ഒന്ന് വായിച്ചേ. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. वहां लिखा है, इसलिए जो कोई इन छोटी से छोटी आज्ञाओं में से किसी एक को तोड़े और वैसा ही लोगों को सिखाए, वह स्वर्ग के राज्य में सबसे छोटा कहलाएगा, परंतु जो कोई उन आज्ञाओं का पालन करेगा और उन्हें सिखाएगा, वही स्वर्ग के राज्य में महान कहलाएगा। എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, കർത്താവിന്റെ വചനം, ദൈവജനത്തെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു വചനത്തിന് പോലും പ്രാധാന്യം കുറവാണെന്ന് പറഞ്ഞ് നീ പഠിപ്പിക്കാതെ ഇരുന്നാൽ, നിന്റെ ജീവിതത്തിൽ നീ അത് അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ദൈവജനത്തെ അത് പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഘോരമായ ശിക്ഷാവിധിക്ക് പാർത്ഥീഭൂതമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. मुझे सुनने वाले परमेश्वर के दासों और दासियों, आपको परमेश्वर ने अपना वचन लोगों को सिखाने के लिए बुलाया है। अगर आप किसी एक वचन को, जिसको आप खुद नहीं मानते हैं और आपको लगता है ये कम महत्वपूर्ण है, आप खुद नहीं मानते, इसलिए आप अगर लोगों को भी वो नहीं सिखाते हैं, तो परमेश्वर का वचन हमें गंभीर चेतावनी देता है कि इसके गंभीर परिणाम हमें भुगतने पड़ेंगे। 2 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ അതിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. 2 പത്രസ് 2 का 1 बार पढ़ के हम देखेंगे। 2 पत्रस 2 का 1, 1-2 വാക്യങ്ങൾ ദൈവദാസൻ ഒന്ന് വായിച്ചേ. 1 और 2 हम पढ़कर देखेंगे। जिस प्रकार उन लोगों में झूठे भविष्यद्वक्ता थे, उसी प्रकार तुम में भी झूठे उपदेशक होंगे, जो नाश करने वाले पाखंड का उद्घाटन छिप छिप कर करेंगे और उस स्वामी का जिसने उन्हें मोल लिया है इनकार करेंगे और अपने आप को शीघ्र विनाश में डाल देंगे। बहुत से उनके समान लुचपन करेंगे, जिनके कारण सत्य के मार्ग की निंदा की जाएगी। ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആ അധ്യായം മുഴുവനും നിങ്ങളൊന്ന് താഴേക്കൊന്ന് വായിച്ചു നോക്കണം. അവർക്ക് വരുന്ന നാശത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. इसे हमें पढ़ के समझने की जरूरत है। ये पूरा अध्याय आप पढ़ के देखिएगा। ऐसे लोगों पर जो नाश आने वाला है, इन पर जो दंड आने वाला है, उसके बारे में आगे लिखा गया है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന്റെ തിരുവചനം ഈ നാളുകളിൽ നിങ്ങൾ പഠിച്ച് ദൈവവചന പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചു കൊടുക്കുക. मुझे सुनने वाले भाइयों और बहनों, परमेश्वर के दासों और दासियों, इन दिनों में अपने जीवन को समर्पित करेंगे। परमेश्वर का वचन जैसा है वैसा आप उसे सीखें और सीख कर आप उस पर चलें। അടുത്ത 5 മിനിറ്റ് കൊണ്ട് ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 5 मिनट में मैं अपने शब्दों को रोकना चाहता हूँ। 1 യോഹന്നാൻ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 യോഹन्ना 4 का 1, 1-2 വാക്യങ്ങൾ ദൈവദാസൻ ഒന്ന് വായിച്ചേ. 1 John chapter 4, 1 and 2. 1 यूहन्ना 4 का 1 और 2। हे प्रियो, हर एक आत्मा की प्रतीति न करो, वरन आत्माओं को परखो कि वे परमेश्वर की ओर से हैं कि नहीं, क्योंकि बहुत से झूठे भविष्यद्वक्ता जगत में निकल खड़े हुए हैं। परमेश्वर का आत्मा तुम इस रीति से पहचान सकते हो, जो आत्मा मान लेती है कि यीशु मसीह शरीर में होकर आया है, वह परमेश्वर की ओर से है। സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? 2-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം, യേശു ക്രിസ്തു, അവിടെ എഴുതിയിരിക്കുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ നിന്ന് വന്നു എന്ന് സ്വീകരിക്കുന്ന ഈ ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അതിന്റെ അർത്ഥം മനസ്സിലായോ?
भाइयों, क्या दूसरा वचन आपको समझ में आया जहां पर लिखा है कि परमेश्वर की आत्मा को तुम इस रीति से पहचान सकते हो, जो आत्मा मान लेती है कि यीशु मसीह शरीर में होकर आया वह परमेश्वर की ओर से है। അതിന്റെ അർത്ഥം ഇതല്ല, ദൈവം മനുഷ്യനായി തീർന്നു എന്ന് വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. इसका मतलब ये नहीं है कि परमेश्वर मनुष्य बनकर आया, उस पर विश्वास करती है या नहीं करती, ये नहीं है। ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ നിന്നെ പോലെ യേശു കർത്താവ് താഴെ വന്നു, ഞാനും നിങ്ങളും കടന്നുപോയ അതേ വഴിയിലൂടെ അവിടുന്ന് കടന്നുപോയി, എല്ലാ മോഹങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നുപോയി, ലോകത്തിലുള്ള സകല പാപങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നുപോയി, എല്ലാത്തിൻ്റെയും ഇടയിലൂടെ അവിടുന്ന് കടന്നുപോയിട്ടും അവിടുന്ന് ജയാളിയായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു പാപം പോലും ചെയ്യാതെ വണ്ണം നമുക്ക് മാതൃകയായി ജീവിച്ചു പോയി എന്നാണ് അത് അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. इसका यहाँ जो लिखा है इसका मतलब ये है कि मेरी और आपकी तरह वो इंसान बनकर इस दुनिया में आया। जिस तरह से हम जिंदगी जीते हैं उसी तरह से उसने जिंदगी बिताई। हर एक जो परीक्षाएं, जो प्रलोभन हमारी जिंदगी में आते हैं, उन सारी परीक्षाओं में से, परख में से होकर वो गुजरा। उन सारी पाप के रास्तों पर से वो गुजरा। उन सारी लोभ के जिंदगी जो भी रास्ते में आते हैं, अभिलाषाएं, उन सब के रास्ते में से वो गुजरा। पर उन सब के बीच में भी वो जयवंत होकर वहां से निकला। वो निष्पाप रहकर वहां से निकला। परमेश्वर की आत्मा की सामर्थ्य के द्वारा वो निष्कलंक रहा। ये है उस वचन का मतलब। എന്നാൽ ഇന്ന് ഈ നാളുകളിൽ പ്രസംഗിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. ഈ നാളുകളിൽ പ്രസംഗിക്കുന്നത് യേശു കർത്താവ് പാപം ചെയ്യാതിരുന്നതിന്റെ കാരണം അവിടുന്ന് ദൈവമായത് കൊണ്ടാണെന്നാ. എന്നാൽ നിങ്ങൾക്കറിയാമോ, 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു, നാം അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നുവെന്ന്. लेकिन आजकल ये नहीं सिखाया जाता। आजकल ये सिखाया जाता कि यीशु मसीह ने पाप इसलिए नहीं किया क्योंकि वो परमेश्वर था। पर हम कई बार ये भूल जाते हैं कि 1 पतरस 2:21 हमें बताता है कि वो मनुष्य का रूप लेकर आया। उसने हमें एक उदाहरण दिखाया ताकि हम उसके उदाहरण पर चले, उसके पद चिन्हों पर चले। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന പാപത്തിൽ നിന്ന് നിനക്ക് ജയിക്കുവാനായിട്ട് കഴിയും. നിങ്ങളെക്കാൾ അധികം പാപത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ഞാൻ. നിങ്ങളെക്കാൾ അധികം പാപം ചെയ്ത വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളോട് പറയുവാൻ കഴിയും. കഴിഞ്ഞ അനേക വർഷങ്ങളായി പാപത്തെ ജയിക്കുവാനുള്ള കൃപയും ശക്തിയും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ തന്നു. തോറ്റ് തകർന്ന് തരിപ്പണമായി നിരാശയിൽ കീഴ്പ്പെട്ട് ഭയത്തിനടിമ ാക്കി ഒരു പ്രയോജനവുമില്ലാതെ ജീവിച്ച മനുഷ്യനായ എന്നെ ഇന്നൊരു ദൈവത്തിന്റെ ദാസനാക്കി ദൈവത്തിന്റെ വചനം ശക്തിയോടെ തോറ്റവരോട് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചത് ആ ആത്മാവിന്റെ ശക്തിയാണ്. परमेश्वर के जनों, अगर आप परमेश्वर की आत्मा पर निर्भर रहेंगे तो जो पाप जो आपको बार बार हरा रहा है उस पर आप जीत पाएंगे। आपसे भी कहीं ज्यादा पाप में जीने वाला एक व्यक्ति था मैं। आपसे भी कहीं ज्यादा पाप में फंसा हुआ एक व्यक्ति मैं था। लेकिन मुझे अगर परमेश्वर इस तरह से वहां से बाहर ला सकता है, जो हारा हुआ व्यक्ति था, जो टूटा हुआ व्यक्ति था, जो निराशा में डूबा हुआ व्यक्ति था, बिल्कुल थक चुका था एक ऐसा व्यक्ति, उसको अगर परमेश्वर का आत्मा अपने वचन के द्वारा अपने वचन का प्रचारक बना सकता है, हारे हुओं से बात करने के लिए अपने वचन को बड़ी सामर्थ के साथ में सुनाने के लिए अगर प्रभु इस्तेमाल कर सकता है, तो अगर आप उस पर भरोसा रखेंगे तो वो आपको भी उस पाप में से बाहर ला सकता है। അതിന് പണം കൊടുക്കണ്ട, അതിന് കോളേജുകളിൽ പോയി പഠിക്കണ്ട, ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ. കർത്താവെ, എനിക്കതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്നുവെങ്കിൽ അവൻ തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഭിഷേകത്താൽ നിന്നെ നിറച്ച് നിനക്ക് കഴിയാത്ത കാര്യങ്ങൾ നിന്നിലൂടെ സ്വർഗം പ്രവർത്തിക്കും. उस पाप से बाहर आने के लिए आपको पैसा देने की जरूरत नहीं है, कॉलेज में जाकर पढ़ाई करने की जरूरत नहीं है। सिर्फ आपको प्रभु के सामने गिर कर सिर्फ ये अंगीकार करना है कि प्रभु मुझसे हो नहीं पा रहा, मैं नहीं कर सकता। अगर आप रो रो कर उसके सामने गिड़गिड़ाएंगे तो परमेश्वर अपने आत्मा की सामर्थ्य से आपको भरकर, अपने अभिषेक की सामर्थ्य से आपको भरकर उस पाप पर जय पाने में आपको सामर्थ्य देगा, उसका अनुग्रह वो आपको देगा। കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ രാത്രികളിൽ ആരും കാണാതെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ഹൃദയം പൊട്ടി ഞാൻ നിലവിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ വീഴുന്ന വഴികൾ എനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവെ, എനിക്ക് കഴിയുന്നില്ല, അങ്ങയുടെ ബലം എന്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് എത്രയോ രാത്രികളിൽ, എത്രയോ പകലുകളിൽ എന്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് രാത്രിയിൽ എന്റെ ബെഡ്റൂമിൽ ആരും ഇല്ലാത്തപ്പോ കഥകടച്ച് കിടന്ന് കരഞ്ഞ് ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, അഭിഷേകം എന്റെ മേൽ വന്നപ്പോൾ എന്നെ എന്തൊക്കെ അടിമയാക്കിയിരുന്നുവോ
അതിനെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വെറുക്കുവാനുള്ള ദൈവകൃപ എനിക്ക് സ്വർഗം തന്നു. बहुत बार बीते हुए दिनों में पता नहीं कितने ही रातों को मैं परमेश्वर के सामने आंसू बहाए हैं मैं कितनी बार उसके सामने रोया हूं अकेले अपनी गाड़ी में, जब दिन के समय में मैं अकेले पता नहीं कितनी बार प्रभु के सामने रो रो कर गिड़गिड़ाया हूं, क्योंकि मैं खुद को मैं जानता हूं कि मैं कैसा हूं, मैं कहां कहां गिर रहा हूं, किस तरह से मैं गिर रहा हूं, उसके उसके बारे में सिर्फ मैं जानता हूं। और कितने ही बार अपने बेडरूम में जब मैं अकेला होता हूं दरवाजा बंद करके प्रभु के सामने रोया हूं, गिड़गिड़ाया हूं, लेकिन प्रभु का अभिषेक जब मुझ पर उतरा तो उसने जिस जिस चीज ने मुझे अपना गुलाम बनाया था उसमें से उबरने में प्रभु ने मेरी मदद की, उस पर जय पाने में प्रभु ने मेरी सहायता की। ഇവിടെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സ്കൂളിൽ പോയിട്ടില്ലാത്ത വ്യക്തിയായിരിക്കാം, പഠിക്കാനോ വായിക്കാനോ അറിയാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി മുതൽ നീ ഒന്ന് നിലവിളിക്ക്. ഹല്ലേലൂയ. അനേകർക്ക് എത്തുവാൻ കഴിയാത്ത ആത്മീയ ഉന്നതികളിൽ തന്റെ അഭിഷേകം കൊണ്ട് ദൈവം നിന്നെ എത്തിക്കും. मेरे भाई मेरे बहन, शायद आप स्कूल में नहीं गए होंगे, आप पढ़े लिखे नहीं होंगे, लेकिन अगर परमेश्वर का भय मानने वाले आप हैं, आज से अगर आप गिड़गिड़ाएंगे प्रभु के सामने रोएंगे, प्रभु आपको एक ऐसी आत्मिक जिंदगी की ऊंचाई तक पहुंचाएगा, पवित्रता की ऊंचाई तक, जहां पर बहुत से लोग पहुंच नहीं पाते हैं। प्रभु ऐसी ऊंचाई तक आपको लेकर जाएगा। അടുത്ത 2 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. अगले 2 मिनट में मैं अपने शब्दों को रोकना चाहता हूँ। നിങ്ങൾ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് യൂദയുടെ പുസ്തകം ഒന്ന് വായിച്ചിട്ട് കിടക്കണം. അതിലും ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ചും കള്ള ഉപദേശാക്കന്മാരെ കുറിച്ചും എഴുതിയിരിക്കുന്നത് വായിക്കുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ടു മുമ്പിലത്തിലുള്ള പുസ്തകമാണ് യൂദയുടെ പുസ്തകം. आज रात को सोने से पहले प्रकाशित वाक्य से ठीक पहले वाली जो किताब है यहूदा की किताब, उसको पढ़कर आप सोइएगा। वहां पर भी आप झूठे उपदेशकों के बारे में और झूठे भविष्यवक्ताओं के बारे में लिखा हुआ पढ़ सकते हैं। കർത്താവിന്റെ ദാസൻ അവസാനമായിട്ടൊരു വാക്യം കൂടെ ഒന്ന് വായിച്ച് 2 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 2 कुरिन्थियों 11वां अध्याय അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് उसका 2 से 4 तक के वचन हम पढ़ेंगे। क्योंकि मैं तुम्हारे विषय में ईश्वरीय धुन लगाए रहता हूं, इसलिए कि मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम्हें पवित्र कुमारी के समान मसीह को सौंप दूं। परंतु मैं डरता हूं कि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न किए जाएं। यदि कोई तुम्हारे पास आकर किसी दूसरे यीशु का प्रचार करे जिसका प्रचार हमने नहीं किया, या कोई और आत्मा तुम्हें मिले जो पहले न मिला था, या और कोई सुसमाचार सुनाए जिसे तुमने पहले न माना था, तो तुम उसे सह लेते हो। 13 മുതൽ 15 വരെയുള്ള വാക്യം കൂടെ വായിച്ച് ദേവദാസ. 13 to 15. 13 से 15 तक के वचन। क्योंकि ऐसे लोग झूठे प्रेरित और छल से काम करने वाले और मसीह के प्रेरितों का रूप धरने वाले हैं। यह कुछ अचंभे की बात नहीं, क्योंकि शैतान आप भी ज्योतिर्मय स्वर्गदूत का रूप धारण करता है। इसलिए यदि उसके सेवक भी धर्म के सेवकों का सा रूप धरें तो कोई बड़ी बात नहीं, परंतु उनका अंत उनके कामों के अनुसार होगा। ഞങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞു നിർത്തുകയാണ്. ഈ നാളുകളിൽ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെ കേൾക്കണമെന്ന്, എങ്ങനെ കേൾക്കണമെന്ന്, അതുപോലെ ദൈവദാസന്മാരെ ദൈവദാസിമാരെ എങ്ങനെ പ്രസംഗിക്കണമെന്ന്, എങ്ങനെ പ്രസംഗിക്കരുതെന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ നാം സ്വയം ശോധന ചെയ്ത് മുന്നോട്ടുള്ള ശുശ്രൂഷകളെ നയിക്കാം. हम इन वचनों को बोलकर हम रोक रहे हैं कि आप सावधानी बरतें कि किसको सुनना है, किसको नहीं सुनना है, क्या सुनना है और क्या नहीं सुनना है, इसे आप सावधानी से आप परखें। और इसी तरह परमेश्वर के दासों और दासियों, इस वचन के आधार पर आप ये ध्यान रखें कि हमें क्या प्रचार करना है और क्या प्रचार नहीं करना है, इसके अनुसार हम अपनी जिंदगी को आगे बिताएं। കർത്താവേ, ഞങ്ങളുടെ സന്നിധി ഞങ്ങളുടെ തലകളെ വണക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം, തന്ന അരുളപ്പാടുകൾക്കായി വെളിപ്പാടുകൾക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമയമില്ലാത്ത സന്ദർഭത്തിലും കർത്താവേ അങ്ങയുടെ വേലയിലേക്ക് ഹല്ലേലൂയ സാധുക്കളായ ദൈവജനത്തിന്റെ മധ്യത്തിൽ അങ്ങയുടെ വചനത്തെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനും സമയം കണ്ടെത്തിയിരിക്കുന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ.
കുടുംബമായി അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളിൽ മാനിക്കണം. അങ്ങയുടെ അഭിഷേകം അധികമായി പുതിയ വർഷം കൊടുത്ത് കർത്താവ് നിർത്തണമേ. എല്ലാ വിഷയങ്ങളിലും, സാമ്പത്തികവും അല്ലാത്ത വിഷയങ്ങളിൽ, ആത്മീകവും ഭൗതികവുമായ വിഷയങ്ങളിലൊക്കെയും ഒരു കുറവുമില്ലാതെ കർത്താവ് കരുതിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനത്തെയും ഇന്ന് ഹല്ലേലൂയ മീറ്റിംഗിലായിരിക്കുന്ന ഞങ്ങളുടെ ദാസീദാസന്മാരെയും അനുഗ്രഹിച്ചടിയാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രി കേട്ട വചനം അനേകരെ വിടുവിക്കുന്ന വചനമാക്കി തീർക്കണം. ഹൃദയങ്ങളെ കർത്താവ് എഴുതണമേ, ഹൃദയങ്ങളിൽ എഴുതണമേ. ഹല്ലേലൂയ വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ജയോത്സവമായി അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. आइए हम एक और बार प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु जी। प्रभु, आपके सामर्थी वचन के लिए हम आपका धन्यवाद करते हैं प्रभु परमेश्वर। हम धन्यवाद करते हैं एक और बार प्रभु, आपने हमें याद दिलाया प्रभु जी, आपका वचन प्रभु वो सामर्थी है प्रभु। प्रभु, आपका वचन न उसमें प्रभु जी कोई भी शब्द, कोई भी आज्ञा जो आपकी दी गई है वो ना तो छोटी है ना बड़ी प्रभु, वो आपका वचन, आपके मुंह से निकला हुआ वचन प्रभु, वो हम परमेश्वर हम सब के लिए महत्वपूर्ण है प्रभु। हम आपकी आज्ञाओं को मानने वाले बनने पाए प्रभु जी, उन्हें परख कर छोटा बड़ा मानकर नहीं प्रभु जी, वचन जैसा है उसे हम वैसे ही मानने वाले बनने पाए। छोटी से छोटी आज्ञाओं को मानने और उनको सिखाने का अनुग्रह इन दिनों में हमें दे प्रभु। आपके वचन पर परमेश्वर सच्चाई से, खराई से चलने का एक अनुग्रह इन दिनों में हमें दे प्रभु जी, ताकि आपके राज्य में प्रभु जी हम परमेश्वर छोटे न माने जाए प्रभु, बल्कि आपका वचन जैसे कहता है वहां पर हम परमेश्वर आपने जो वचन हमें दिया उस पर चलते हुए, उसको सिखाते हुए प्रभु जी आपके राज्य में हम परमेश्वर महान कहलाने पाए प्रभु जी। उस वचन पर चलने का अनुग्रह हमें दे। सुनने वाले हर एक जनों को प्रभु, आपके दासों दासियों को प्रभु अपना ये अनुग्रह दे प्रभु जी, ताकि हर एक व्यक्ति उस पर चले और वैसा ही दूसरों को सिखाने पाए प्रभु। आपके दास के लिए हम आपका धन्यवाद करते हैं, जो वचन के नए नए प्रकाशन प्रभु, नई नई गहराइयां परमेश्वर हर हफ्ते हमारे बीच में लेकर आते हैं। अपने दास को बहुत आयत से आशीष दे और अधिक अपने अभिषेक से, अपने प्रकाशनों से भर प्रभु। उनके परिवार को, उनकी कलीसिया को परमेश्वर, सेवकाई, नौकरी, सब कुछ हम आपके हाथों में देते हैं। अपने लहू के तले छिपा के रख, अपने एक ताजा अभिषेक से, ताजा अनुग्रह से उन्हें भर प्रभु, और बहुतों के लिए एक बड़ी आशीष का कारण बना प्रभु। सारी बातों के लिए हम आपका धन्यवाद करते हैं प्रभु जी। खास तौर से प्रभु परमेश्वर इस जूम के पीछे मेहनत करने वाले प्रभु आपके दास के लिए, उनकी टीम, उनकी सेवकाई के लिए हम प्रार्थना करते हैं। उन सबको भी बहुत आयत से आशीष दे प्रभु। सब लोगों को हम आपके हाथों में समर्पित करते हैं। इस वचन के अनुसार चलने के लिए हम सबकी मदद कर, सहायता कर। सारा आदर, सारी महिमा आप ही के नाम को समर्पित करते हुए प्रभु यीशु मसीह के नाम से मांगते हैं, आमीन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता